ഇത്തവണ ഞാൻ ഓണം പൊളിച്ചെടുക്കാം. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. ആ അമ്മൂമ്മ, ഈ ഓണം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. മോൾക്ക് ഓണം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. അതുപോലെ ഒരു രാജാവായിരുന്നു മഹാബലി. അസുരനായിരുന്നെങ്കിലും അദ്ദേഹം നല്ലൊരു രാജാവായിരുന്നു. തൻ്റെ പ്രജകൾക്ക് വേണ്ടി എന്തും ചെയ്യുമായിരുന്നു. അങ്ങനെ അദ്ദേഹം എല്ലാവർക്കും പ്രിയപ്പെട്ട രാജാവായി മാറി. മഹാബലി നാട് ഭരിച്ചിരുന്ന കാലം കള്ളമോ ചതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ പ്രജകളെല്ലാവരും വളരെ സന്തുഷ്ടരായിരുന്നു. ഏവരും ഒത്തൊരുമിച്ച് ഒരുമയോടെ വാഴുകയായിരുന്നു. എന്നാൽ മഹാബലിയുടെ ഭരണത്തിൽ ദേവന്മാർ അസൂയ പൂണ്ടിരുന്നു. തങ്ങളുടെ സ്വർഗരാജ്യം നഷ്ടപ്പെടുമോ എന്നവർ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ അവർ മഹാവിഷ്ണുവിനോട് സങ്കടം അറിയിച്ചു. ദേവന്മാരുടെ നിർബന്ധത്താൽ മനസ്സില്ലാ മനസ്സോടെ വിഷ്ണുദേവൻ വാമനന്റെ അവതാരത്തിൽ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. ആ സമയത്ത് തൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി മഹാബലി രാജാവ് യജ്ഞം നടത്തുകയായിരുന്നു. ആ യജ്ഞത്തിൽ ബ്രാഹ്മണന്മാരെ പ്രീതിപ്പെടുത്തുവാൻ ദാനം നൽകുന്ന ആചാരവും ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി വാമന രൂപത്തിൽ വിഷ്ണുദേവനെത്തി. തനിക്കു തപസ് ചെയ്യുവാൻ വേണ്ടി 3 അടി ഭൂമി ദാനമായി നൽകുവാൻ വാമനൻ മഹാബലിയോട് ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഭൂമി അളന്നെടുത്തോളൂ എന്ന് മഹാബലി പറഞ്ഞു. ഇത് കേട്ടതും വാമന രൂപത്തിലെത്തിയ ആ ചെറിയ ബാലൻ മാനം മുട്ടെ വളർന്നു വലുതായി. അദ്ദേഹത്തിൻ്റെ ഒരടിയിൽ സ്വർഗവും 2ാമത്തെ കാലടിയിൽ ഭൂമിയും കഴിഞ്ഞു. 3ാമത്തെ അടിക്കായി സ്ഥലമില്ലാതിരുന്നപ്പോൾ സത്യസന്ധനായ രാജാവ് തൻ്റെ ശിരസ് പുനിച്ച് വാമനൻ്റെ കാൽച്ചുവട്ടിലിരുന്നിട്ട് ആ 3ാമത്തെ അടി തൻ്റെ ശിരസിലേക്ക് വെച്ചോളൂ എന്നാവശ്യപ്പെടുകയും ഒപ്പം പ്രജകളെ കാണാൻ വർഷത്തിൽ 1 പ്രാവശ്യം തന്നെ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. നല്ലവനായ മഹാബലി തമ്പുരാൻ്റെ അപേക്ഷ വാമന രൂപത്തിലെത്തിയ വിഷ്ണു അംഗീകരിക്കുകയും ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ പ്രജകളെ കാണാൻ അനുവദിക്കുകയും ചെയ്തു. ആ ദിവസമാണ് നമ്മൾ തിരുവോണമായി ആഘോഷിക്കുന്നത്. മോൾക്ക് മനസ്സിലായോ? ഇതൊക്കെ വെറും കെട്ടുകഥയല്ലേ? ഇത് സത്യമോ കള്ളമോ എന്നറിയില്ല മക്കളെ. എന്നാൽ ഇത് സത്യമെന്ന് വിശ്വസിച്ചല്ലേ നാം ഓണം ആഘോഷിച്ചു വരുന്നത്. പഞ്ചപാണ്ഡവന്മാർ 5 പേരുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ് മാവേലി തമ്പുരാനും. ചിലർ അത് വിശ്വസിക്കുന്നു, ചിലർ അതൊരു കെട്ടുകഥയോട് ഊഹിക്കുന്നു. അത്രയും ഒത്തിരി സന്തോഷം
സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഓണം മലയാളികളുടെ വെറും ഒരു ഉത്സവം മാത്രമല്ല. പാടമോടെ ചുമപ്പൂക്കളും മുറ്റം നിറയെ ഓണം, മുറ്റം നിറയെ ഊഞ്ഞാലുകളും മനസ്സ് നിറയെ ഓണപ്പാട്ട്